ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ദിവസം മുന്നത്തെയാണ് കേട്ടോ. നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് നേരെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, വന്നിട്ടുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പം ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലേ. സത്യം പറഞ്ഞാൽ വേനൽക്കാലത്തിനേക്കാൾ വെയിലാണല്ലേ, ഇപ്പോൾ നല്ല ചൂടല്ലേ. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ ഇങ്ങനെ വെയിലാണോ എന്നൊക്കെ ഒന്ന് പറയട്ടോ. അപ്പോൾ നമ്മളെ അക്വേറിയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും പഴയതുപോലെ ആവും കേട്ടോ. പിന്നെ മക്കളെ പരിപാടിയാണ്, ടി വിയും ഫാനും ഒക്കെ ഓണായിരിക്കും, പക്ഷേ ആൾ മാത്രമേ ഉണ്ടാവില്ല. അവർ രണ്ടുപേരും പുറത്ത് കളിക്കുകയാണ് കേട്ടോ. പക്ഷേ ടി വി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കുകയില്ല, കണ്ടില്ലേ. ഇതേപോലെ പുറത്ത് നിന്ന് കളിക്കുകയാണ് മെയിൻകുട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ സംഭവം 2 ബെഡ്ഷീറ്റും ഒരു ബെഡ്ഷീറ്റും ഒരു പുതപ്പും തിരുമ്പാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തു വെക്കാൻ മറന്നുപോയി കേട്ടോ. എടുത്തു വെക്കാനല്ല, വിരിച്ചിടാൻ. അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുമല്ലോ. ഇന്നലെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മറവി കുറച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബക്കറ്റിൽ കുറച്ച് ചകിരിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു മേലെന്ന് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അത് തീയൊക്കെ കത്തിച്ച് ചോറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് മീൻ കൂന്തലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. വരയ്ക്കാനുള്ളത് മസാല ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി, രസവും ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. വൈകുന്നേരത്ത് നമ്മൾ ഈ ഒരു കൂന്തൽ എടുത്ത് വെക്കുകയാണ്. ഇത് നമുക്ക് വൈകുന്നേരത്തെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചെറുപയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 3 വിസിലൊക്കെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ചെറുപയറൊന്ന് കുതിർത്താൻ വേണ്ടി വെച്ചു. പിന്നെ എന്നൊരു പുളിച്ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ രസത്തിനും പുളി വേണമല്ലോ, അപ്പോൾ പുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചത് ഇതേപോലെ ഒന്ന് ടെപ്പലാക്കി വെച്ചു. പിന്നെ നമ്മൾ പുളിച്ചമ്മന്തിക്കും രസത്തിന് വേണ്ടിയിട്ടുള്ള പുളി ഒരുമിച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പുളി നല്ല പുളി ഉണ്ട് കേട്ടോ. ചില പ്രാവശ്യം വാങ്ങുന്ന പുളി ചിലപ്പോൾ നല്ല പുളി ഉണ്ടാവാറില്ല കേട്ടോ, ഒരു മധുരമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നല്ല പുളി ഉണ്ട് കേട്ടോ. പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട ശേഷം പിന്നെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സിറ്റൗട്ടും ആദ്യം അടിച്ചു വരികയാണ്. ബാക്കി റൂമും കാര്യങ്ങളൊന്നും അടിച്ചു വരണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ നടക്കുന്നുണ്ട്. സ്കൂളും കാര്യങ്ങളൊക്കെ ഏകദേശം തുറക്കാനായിട്ടുണ്ട്. സിറ്റൗട്ടിൽ ഇവരുടെ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. എന്താ പറയുക, ചെരുപ്പ് തൊട്ട് കളിക്കുന്ന സാധനങ്ങൾ തൊട്ട് ഡ്രസ്സ് വരെ എല്ലാ സാധനങ്ങളും സിറ്റൗട്ടിലുണ്ടാവും. അങ്ങനെ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റി വെച്ച് അഴിച്ചു വരികയാണ്. സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ടല്ലേ. മദ്രസും ഇപ്പോൾ 2-3 ദിവസം ലീവാണ് കേട്ടോ. ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ് തുറക്കുന്നത് മദ്രസൊക്കെ. അപ്പോൾ അതുവരെ ലീവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ നല്ല ലേറ്റായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പണികളൊക്കെ തീരുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആവുന്നുണ്ട്. വെറുതെ ഇങ്ങനെ എന്തോ ഒരു ഇതിലെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം രാവിലത്തെ ഒരു പൊരിശെല്ലാം കൂടി ചെയ്ത് തീർക്കും. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ ശേഷം വേഗം തന്നെ കിച്ചണിൽ വന്നിട്ട് ചെറുപയർ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാദുക്കുട്ടി ഉണ്ടല്ലോ, ചെറുപയറിന് ജബ്ബാർ എന്നാണ് കേട്ടോ പറയുക. സംഭവം ചെറുപയർ എന്നാണ് പറയുന്നത്, പക്ഷെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ജബ്ബാർ എന്നാണ് കേട്ടോ കേൾക്കുക. അങ്ങനെ അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഈ ഒരു സിറിഞ്ച് പോലത്തെ സാധനം കാട്ടുന്നത് ഫാദുക്കുട്ടി താഴെ എന്നിട്ട് കാട്ടാണ് കേട്ടോ, ഫോണിൽ കാണാൻ വേണ്ടിയിട്ട്. അതൊരു മിഠായിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. ഒരു മറ്റേ കുഞ്ഞു ജീരക മിഠായി ഉണ്ടാവില്ലേ, അതായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, രാത്രി അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് വെന്തപ്പോൾ ഉച്ചയ്ക്കായല്ലോ, ചോറുണ്ടായിരുന്നില്ല വേറെ. അപ്പോൾ അതുകൊണ്ട് ചോറ് വെന്ത ശേഷം അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ച് മാവൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാനായിട്ടോ, നമ്മളെ പുളിച്ചമ്മന്തിക്കും പിന്നെ നമ്മുടെ ചെറുപയർ തൂമിക്കാനും പിന്നെ നമ്മുടെ രസത്തിനും ഒരു 2-3 ചതച്ചിടാനും വേണ്ടിയിട്ടുള്ള ചെറുള്ളി ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് തൊലിക്കണം. എനിക്ക് വലിയ ചെറുള്ളി ഉണ്ടല്ലോ തൊലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്താ പറയുക, നമ്മളെ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ സാധാരണ ഞാൻ കടുക് ഇടാറ്, പക്ഷേ വലിയ ചെറുള്ളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുള്ളി ഇടും കേട്ടോ. വലിയ ചെറുള്ളി തൊലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനു വേണ്ടിയിട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഭയങ്കര മടിയാണ്, എല്ലാത്തിലും കടുക് തന്നെ ആയിരിക്കും ഇടുക. നിങ്ങളെങ്ങനെയാണോ? അങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഫാദുക്കുട്ടി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മെല്ലെ പറയുന്നത്. പിന്നെ ഇന്ന് രാത്രി നമ്മൾ കൂന്തൽ റോസ്റ്റും പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കറി വേറെ ഒന്നും ഉണ്ടാക്കാത്തത്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും രാത്രി ഇതല്ലേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള രസം, ചെറുപയറുപ്പേരിയും പിന്നെ നമ്മുടെ
പുളിച്ചമ്മന്തി പിന്നെ കൂന്തൽ വറുക്കാനും ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പുളിച്ചമ്മന്തിൻ്റെ വേറൊരു മോഡൽ. അത് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പുളി വെള്ളത്തിലിട്ടത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ സംഭവം തന്നെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചമുളക് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്, എന്നിട്ട് അത് പേസ്റ്റാക്കി എടുക്കുകയാണ്. അതിലേക്ക് പുളി ഇങ്ങനെ മിക്സാക്കി വയ്ക്കുക, അങ്ങനെ എന്തോളം സംഭവം. പിന്നെ ഞാനത് മറന്നു കേട്ടോ, അതാണ് സംഭവം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ പുളി സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ചെറുള്ളിയും പിന്നെ അതാ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് എരിവ് വേണം കേട്ടോ. പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. അയ്യോ എൻ്റെ പൊന്നു, ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അതിൽ വെള്ളം വരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കുഴച്ച് വയ്ക്കുന്നത് മാത്രം മതി. അങ്ങനെ ഇതാ കൂന്തലും കൂടി പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ആയിട്ട് ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി തുടയ്ക്കാനും കുളിക്കാനൊക്കെ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ വിതർമ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി ഹോളിൽ കൊടുത്തു കഴിഞ്ഞാൽ TV കണ്ട് കൊടുത്താൽ പിന്നെയും അവിടെ മൊത്തം ചോറ് കളയും, പിന്നെയും ഞാൻ ഒന്നും കൂടി അടിച്ചു വരേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ ബൈ, സീ യു.